അടുത്ത ടോപ്പിക്കാണ് ടേക്ക് ഓവർ കോഡ്. അപ്പോൾ എന്താണ് ടേക്ക് ഓവർ കോഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ രണ്ട് കമ്പനിയുണ്ട്, എ എന്ന് പറഞ്ഞ കമ്പനി, ടി എന്ന് പറഞ്ഞ കമ്പനി. എ ടീനെ ഏറ്റെടുക്കാൻ പോവാം, അല്ലെങ്കിൽ കൈക്കലാക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ എനെ നമ്മൾ അക്യുറർ കമ്പനിയും ടീനെ നമ്മൾ ടാർജറ്റ് കമ്പനി എന്ന് പറയും. ഓക്കെ, ഇവിടെ ചിലപ്പോൾ എ ഒറ്റയ്ക്കായിരിക്കില്ല, വേറൊരു കമ്പനീനെ കൂട്ടുപിടിച്ചിട്ടായിരിക്കും ഈ ടീനെ ഏറ്റെടുക്കാൻ പോണത് അല്ലെങ്കിൽ കൈക്കലാക്കാൻ പോണത്. ഫോർ എക്സാമ്പിൾ കമ്പനി സി, അതിനെ നമ്മൾ പേഴ്സൺ ആക്ടിങ് ഇൻ കൺസേർട്ട് എന്ന് പറയും. അപ്പോൾ എ ടീനെ കൈക്കലാക്കുന്നത് ചിലപ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഷെയർസ് വാങ്ങിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൺട്രോൾ, ആ മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്തിട്ടായിരിക്കാം. അങ്ങനെയാണ് കുറേശ്ശെ ആണ് ഈ അക്യുറർ കമ്പനി ടാർജറ്റ് കമ്പനീനെ കൈവശമാക്കാൻ പോണത്. ഓക്കെ, അതുപോലെ ടേക്ക് ഓവർ ഈ 5 ടൈപ്പ് ഉണ്ട്: ഫ്രണ്ട്ലി, ഹോസ്റ്റൈൽ, ഹോറിസോണ്ടൽ, വെർട്ടിക്കൽ, പിന്നെ കോൺഗ്ലോമറേറ്റ്. ആദ്യത്തെ ടേക്ക് ഓവറാണ് ഫ്രണ്ട്ലി ടേക്ക് ഓവർ. ഇതിൻ്റെ അകത്ത് ടാർജറ്റ് കമ്പനി അവരുടെ ഷെയർസ് മനസ്സെ ഈ അക്യുറർ കമ്പനിയുടെ മുമ്പിൽ വിൽക്കും. എന്നിട്ട് അക്യുറർ കമ്പനി എന്താ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് കൂട്ടർക്കും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിൽ അത് വാങ്ങും. ഓക്കെ, അതിനെയാണ് ഫ്രണ്ട്ലി ടേക്ക് ഓവർ. ഇനി അടുത്ത ഹോസ്റ്റൈൽ ടേക്ക് ഓവർ. ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീക്ക് ഇഷ്ടമല്ല എ ഏറ്റെടുക്കുന്നത് ടീനെ. അപ്പോൾ ടീ എന്ത് ചെയ്യും, മാക്സിമം അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കും. അതായത് ഓണർഷിപ്പ്, കൺട്രോള് ഈ എക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ. പക്ഷേ എ പയ്യെ ഗ്രാജുവലായിട്ട് ടീനെ ഏറ്റെടുക്കുകയും ചെയ്യും. ഇനി അടുത്ത ഹോറിസോണ്ടൽ ടേക്ക് ഓവർ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് സെയിം ഇൻഡസ്ട്രിയിലുള്ള രണ്ട് കമ്പനീസ് തമ്മിൽ പരസ്പരം ഏറ്റെടുക്കുക, ടേക്ക് ഓവർ ചെയ്യുക. ഓക്കെ, അതിനെയാണ് ഹോറിസോണ്ടൽ ടേക്ക് ഓവർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിനെ ഏറ്റെടുത്തു, അല്ലെങ്കിൽ വോഡഫോൺ ഐഡിയനെ ഏറ്റെടുത്തു. അതൊക്കെ സെയിം ഇൻഡസ്ട്രിയിലുള്ള രണ്ട് കമ്പനീസാണ്. അവർ പരസ്പരം ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹോറിസോണ്ടൽ ടേക്ക് ഓവർ എന്ന് പറയും. ഓക്കെ, വെർട്ടിക്കൽ ടേക്ക് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്ലൈ ചെയിൻ പ്രോസസ്സിൽ തന്നെ പല ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും. ഓരോ സ്റ്റേജസിൽ ഓരോ കമ്പനീസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെർജ് ചെയ്യുമ്പോൾ അതിന് വെർട്ടിക്കൽ ടേക്ക് ഓവറാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാർ മാനുഫാക്ചറർ ടയർ ഹോൾസെയിലിനെ ഏറ്റെടുത്തു, അത് വെർട്ടിക്കൽ ടേക്ക് ഓവറാണ് അല്ലേ. സപ്ലൈ ചെയിൻ്റെ പല സ്റ്റേജസിൽ നിൽക്കുന്ന രണ്ട് കമ്പനീസാണ്. അപ്പോൾ ഒരു കമ്പനി മറ്റേ കമ്പനീനെ ഏറ്റെടുക്കുന്നു. ഓക്കെ, അതുപോലെ വെർട്ടിക്കൽ ടേക്ക് ഓവർ രണ്ട് ടൈപ്പ് ഉണ്ട്: ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനും ഫോർവേഡ് ഇൻ്റഗ്രേഷനും. ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സപ്ലയേഴ്സിനെ ഏറ്റെടുക്കുന്നു, അവരുടെ സപ്ലയേഴ്സിനെ. അതുപോലെ തന്നെ ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കസ്റ്റമേഴ്സ്, ഏതെങ്കിലും ഒരു കസ്റ്റമേഴ്സിനെ ഏറ്റെടുക്കുന്നു. ഒരു ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെപ്സി കമ്പനി ഒരു ഷുഗർ പ്ലാന്റിനെ ഏറ്റെടുക്കുന്നു. അതൊക്കെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ്റെ എക്സാമ്പിളാണ്. ഫോർവേഡ് ഇൻ്റഗ്രേഷൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം പെപ്സി കമ്പനി ഏതെങ്കിലും റീറ്റെയിൽ ചെയിനെ ഏറ്റെടുക്കണം. ഓക്കെ, ഇനി അടുത്തത് കോൺഗ്ലോമറേറ്റ് ടേക്ക് ഓവർ. ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്, ഒരു സിമിലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത പല ഫീൽഡ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ആ ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ടാവും. ആ കമ്പനീസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റെടുക്കുമ്പോൾ അതിനെ കോൺഗ്ലോമറേറ്റ് ടേക്ക് ഓവർ എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആമസോൺ ഒരു സൂപ്പർ മാർക്കറ്റിനെ ഏറ്റെടുക്കണം. ആമസോൺ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ റീറ്റെയിലറാണ്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹോൾ ഫുഡ്സൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് അല്ലേ. അപ്പോൾ ആമസോൺ സൂപ്പർ മാർക്കറ്റിനെ ഏറ്റെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പല ടൈപ്സ് ഓഫ് ടേക്ക് ഓവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ടീയുടെ ഷെയർ ആയിരിക്കാം ചിലപ്പോൾ എക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ബിസിനസ് മൊത്തത്തിലായിരിക്കും ചിലപ്പോൾ എക്ക് കിട്ടുന്നത്. അപ്പോൾ എക്ക് ഈ പറഞ്ഞ ഷെയറോ ബിസിനസ്സോ കിട്ടുമ്പോൾ എ തിരിച്ചെന്തെങ്കിലും റിട്ടേൺ കൊടുക്കണമല്ലോ, എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ടീക്ക് കൊടുക്കണം. ചിലപ്പോൾ കൺസിഡറേഷൻ ചിലപ്പോൾ സെക്യൂരിറ്റിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ എയുടെ തന്നെ ഏതെങ്കിലും ഷെയർസ് ആയിരിക്കും ചിലപ്പോൾ ടീക്ക് കൊടുക്കുന്നത്. ഓക്കെ, അത് ഇവർ ഈ എസ്ക്രോ അക്കൗണ്ട് വഴിയാണ് ചെയ്യണത്. ഈ പറഞ്ഞ കൺസിഡറേഷൻസ് എല്ലാം എസ്ക്രോ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത്. എന്നിട്ട് ടേക്ക് ഓവർ ഈ ഫുൾ പ്രൊസീജിയർ കഴിയുമ്പോഴാണ് എ ടീക്ക് ഈ എസ്ക്രോ അക്കൗണ്ട് വഴി കൺസിഡറേഷൻ പേ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ടേക്ക് ഓവറിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അടുത്ത കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ഓക്കെ, എന്താണ് ടെൻഡറിങ് പീരീഡ്, ഓഫർ പ്രൈസ്, ആൻഡ് ഡേറ്റ്, ഓഫർ പീരീഡ്, ഓപ്പൺ ഓഫർ എന്താണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അടുത്തത് ഓപ്പൺ ഓഫർ. എന്താണ് ഓപ്പൺ ഓഫർ? ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ഈ അക്യുറർ കമ്പനി ടീയുടെ ഷെയർ ഹോൾഡേഴ്സിനൊരു ഓഫർ കൊടുക്കും. അതായത് അക്യുറർ കമ്പനിയുടെ ഷെയർസ്
ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓഫർ കൊടുക്കണതിനെയാണ് ഓപ്പൺ ഓഫർ എന്ന് പറയുന്നത്. ഞാൻ അടുത്തത് ഐഡൻറ്റിഫൈഡ് പീരീഡ്, അതെന്താണെന്ന് നോക്കാം. ടാർഗറ്റ് കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ചിലർ സെല്ല് ചെയ്യും, അവരുടെ ഷെയർസ് സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആരൊക്കെയാണ് സെല്ല് ചെയ്യണേ അതിനെപ്പറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ് ഐഡൻറ്റിഫൈഡ് പീരീഡ്. അടുത്ത ടെൻഡറിങ് പീരീഡ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ടാർഗറ്റ് കമ്പനി ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സാണ് അവരുടെ ഷെയർസൊക്കെ സെല്ല് ചെയ്യണത് അതിനെപ്പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതൊരു യൂഷ്വലി ഒരു 10 ദിവസമാണ്. 10 ദിവസത്തിനുള്ളിൽ ലിസ്റ്റ് ഉണ്ടാക്കണം. അതുകൊണ്ട് 10 ദിവസം കഴിയുമ്പോഴാണ് ഈ ടെൻഡറിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യണത്. അതായത് ഈ പറയണ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസ് സെല്ല് ചെയ്യണം. ആ സെല്ലിംഗ് പീരീഡിനെയാണ് നമ്മൾ ടെൻഡറിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു ഫ്ലോ ചാർട്ടായിട്ട് കാണിക്കാം. ആദ്യം പബ്ലിക് അനൗൺസ്മെൻറ്റ്, അതായത് ടീനെ അക്യൂർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സെബി റൂൾ പ്രകാരം നമ്മൾ പബ്ലിക്കലി അനൗൺസ് ചെയ്യണം. ഓക്കെ, അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ ടീക്ക് ഓപ്പൺ ഓഫർ വയ്ക്കും. ഓക്കെ, അതിനാണ് ഓപ്പൺ ഓഫർ പീരീഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പീരീഡാണ് ഐഡൻറ്റിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ ഡേറ്റ്. അതായത് ഈ പറഞ്ഞ ടാർഗറ്റ് കമ്പനി ഈ എയുടെ ഓപ്പൺ ഓഫർ സ്വീകരിച്ചു എന്ന നിലയിൽ ടാർഗറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസൊക്കെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എത്ര ഷെയർ ഹോൾഡേഴ്സാണോ അവരുടെ ഷെയർസ് സെല്ല് ചെയ്യണത് അതിനെപ്പറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്ന പീരീഡാണ് ഐഡൻറ്റിഫൈഡ് പീരീഡ്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടെൻഡറിങ് പീരീഡ്. ടെൻഡറിങ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസ് സെല്ല് ചെയ്യണ പീരീഡിനാണ് ടെൻഡറിങ് പീരീഡ്. അതൊരു 10 ദിവസമാണ്. അത് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യും. എന്നിട്ട് ടേക്ക് ഓവർ എല്ലാം കഴിയുമ്പോൾ ഈ എസ്ക്രോ അക്കൗണ്ട് വഴി ഈ പറഞ്ഞ പേയ്മെൻറ്റ്സ് ടീക്ക് കൊടുക്കും. ചിലപ്പോൾ ഷെയർസിൻ്റെ രൂപത്തിലാവാം, ചിലപ്പോൾ ക്യാഷിൻ്റെ രൂപത്തിലാവാം, ചിലപ്പോൾ സെക്യൂരിറ്റിയുടെ രൂപത്തിലാവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടേക്ക് ഓവറിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അടുത്ത റിക്വയർമെൻറ്റ് ഓഫ് ഓപ്പൺ ഓഫർ പ്രോസസ് ആൻഡ് കംപ്ലയൻസ്, അതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എക്ക് ഓൾറെഡി ടീയുടെ 25% വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി എക്ക് ടീയുടെ 26% ഷെയർസ് അഡീഷണലായിട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സെബി പ്രകാരം അവരൊരു ഓപ്പൺ ഓഫർ വെച്ചിട്ട് പബ്ലിക്കലി അത് അനൗൺസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എക്ക് ബാക്കിയുള്ള എക്സ്ട്രാ 26% ഷെയർസ് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ പബ്ലിക് അനൗൺസ്മെൻറ്റ് ചെയ്യണത് എപ്പോഴാണ്? എയുടെ വോട്ടിംഗ് റൈറ്റ്സ് 25% കൂടുതലായി കഴിഞ്ഞാൽ, അതായത് ടീയുടെ ഷെയർസ് 25% കൂടുതൽ ഉണ്ട് എക്ക്, വീണ്ടും എക്സ്ട്രാ 26% വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 26% ഷെയർസ് വാങ്ങണമെങ്കിൽ സെബീനെ അറിയിക്കണം. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ബാക്കിയുള്ള അഡീഷണൽ ഷെയർസ് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ദ പ്രീ കണ്ടീഷൻസ് ടു വോളണ്ടറി ഓപ്പൺ ഓഫർ. അതായത് ഓപ്പൺ ഓഫർ വെക്കണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ഏതൊക്കെയാണെന്ന് നോക്കാം. പബ്ലിക്കലി ആയിട്ട് നമ്മളൊരു ഓപ്പൺ ഓഫർ വെക്കണമെങ്കിൽ ഈ പറയണ അക്യുറർ കമ്പനി ഉണ്ടല്ലോ, ടാർഗറ്റ് കമ്പനിയുടെ മിനിമം 25% വോട്ടിംഗ് റൈറ്റ്സ് വേണം. അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ ഓപ്പൺ ഓഫർ വെക്കണേക്കാളും തൊട്ട് മുമ്പുള്ള 52 ആഴ്ച നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ വേറെ രീതിയിലുള്ള അക്യൂസേഷനൊന്നും നടത്താൻ പാടില്ല. ഓക്കെ, ഓപ്പൺ പീരീഡിൽ ഈ ഓപ്പൺ ഓഫറിൽ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള ഷെയർ അക്യൂസേഷൻ നടത്താൻ പാടില്ല. അടുത്ത കണ്ടീഷൻ, ഓപ്പൺ ഓഫർ പൂർത്തിയാക്കിയതിന് ശേഷം 6 മാസത്തേക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള ഷെയർസ് അക്യൂർ ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് കണ്ടീഷനാണ് ഈ അക്യൂററിനല്ലേ മിനിമം അക്സെപ്റ്റൻസ് കണ്ടീഷൻ വെച്ചിട്ടും ഓപ്പൺ ഓഫർ നടത്താം. വിത്ഡ്രോവൽ ഓഫ് ഓപ്പൺ ഓഫർ, അതായത് ഈ പറയുന്ന ഓപ്പൺ ഓഫർ ഈ ഞാൻ പറയാൻ പോണ കണ്ടീഷൻസിലൊക്കെ പിൻവലിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം അവർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ഓഫർ നിരസിക്കാം. അതുപോലെ തന്നെ അക്യുറർ ഒരു നാച്ചുറൽ പേഴ്സൺ ആണെങ്കിൽ ഇപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓപ്പൺ ഓഫർ വിത്ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ അക്യുറർ കമ്പനി ടാർഗറ്റ് കമ്പനിനെ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു എഗ്രിമെൻറ്റ് എൻട്രി ചെയ്യും. ആ എഗ്രിമെൻറ്റിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ആ കണ്ടീഷൻസ് ഇവർ തെറ്റിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഓഫർ വിത്ഡ്രോ ചെയ്യാം. വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ സെബി പറയുകയാണ് ഓപ്പൺ ഓഫർ വിത്ഡ്രോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്ഡ്രോ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പൺ ഓഫർ വിത്ഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ ന്യൂസ് പേപ്പറിലൊക്കെ അനൗൺസ് ചെയ്യണം. പബ്ലിക്കലി നമ്മൾ അനൗൺസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓപ്പൺ ഓഫർ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ഓപ്പൺ ഓഫർ വിത്ഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കലി ആയിട്ട് അനൗൺസ് ചെയ്യണം. ന്യൂസ് പേപ്പറിലൊക്കെ കൊടുക്കണം.
അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്കാരെ നമ്മൾ അറിയിക്കണം, സെബീനെ അറിയിക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവിടെയൊക്കെ നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ ടാർഗറ്റ് കമ്പനി രജിസ്റ്റേർഡ് ഓഫീസിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അടുത്തത് ഓപ്പൺ ഓഫർ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് അക്യുറേറ്റ് കമ്പനിയാണ് ഈ പറഞ്ഞ സ്റ്റെപ്സ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രാഫ്റ്റ് ലെറ്റർ ഓഫ് ഓഫർ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അത് സെബിക്ക് അയച്ചു കൊടുക്കണം, ടാർഗറ്റ് കമ്പനിക്ക് അയച്ചു കൊടുക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അയച്ചു കൊടുക്കണം. അതിനുശേഷം സെബി ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് ലെറ്റർ ഓഫ് ഓഫർ വായിച്ച് നോക്കിയിട്ട് അവരൊരു മറുപടി പറയും. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള മറുപടി ആണെങ്കിൽ ഈ ലെറ്റർ ഓഫ് ഓഫർ ഈ ഷെയർ ഹോൾഡേഴ്സിന് അയച്ചു കൊടുക്കണം. ടാർഗറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരാണോ അവരുടെ ഷെയർസ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കണം. അത് കഴിയുമ്പോൾ ടെൻഡിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും 10 ദിവസത്തേക്ക്. ആ പീരീഡിലാണ് ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസ് സെല് ചെയ്യേണ്ടത്. സെല് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ 10 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റും ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് അക്യുറേറ്റ് കമ്പനിക്ക് അവരുടെ ഷെയർസ് സെല് ചെയ്യുമ്പോൾ അക്യുറേറ്റ് കമ്പനി അവർക്ക് തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അത് 10 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇനി അടുത്ത മോഡ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, അതായത് ഈ ടാർഗറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസ് അക്യുറേറ്റ് കമ്പനിക്ക് സെല് ചെയ്തു. അപ്പോൾ തിരിച്ച് എന്തെങ്കിലും റിട്ടേൺ ഈ അക്യുറേറ്റ് കമ്പനി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 രീതിയിൽ അക്യുറേറ്റ് കമ്പനിക്ക് ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാം. ഫസ്റ്റ് വൺ ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ അക്യുറേറ്റ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സെക്യൂർഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൺവേർട്ടിബിൾ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി എസ്ക്രോ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തല്ലോ, ടാർഗറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസ് അക്യുറേറ്റ് കമ്പനിക്ക് സെല് ചെയ്തു. അപ്പോൾ തിരിച്ച് അക്യുറേറ്റ് കമ്പനി എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതാണ് ആ കൺസിഡറേഷൻ. ഈ പറഞ്ഞ കൺസിഡറേഷൻ അക്യുറേറ്റ് കമ്പനി എസ്ക്രോ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ പറഞ്ഞ ടേക്ക് ഓവർ എല്ലാം കഴിയുമ്പോഴാണ് എസ്ക്രോ അക്കൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞ പേയ്മെൻറ്റ് റിലീസ് ചെയ്യണത് ടാർഗറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്. എസ്ക്രോ അക്കൗണ്ട് ഈ പറഞ്ഞ രീതിയിലായിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 4 രീതിയിൽ. അതായത് ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി കാണിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഓഫ് ഫ്രീക്വൻറ്റ് ട്രേഡ് ആൻഡ് ഫ്രീ ട്രാൻസ്ഫറബിൾ ഇക്വിറ്റി ഷെയർസ് ഓർ അതർ ഫ്രീലി ട്രാൻസ്ഫറബിൾ സെക്യൂരിറ്റീസ് വിത്ത് അപ്രോപ്രിയേറ്റ് മാർജിൻ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഇതൊക്കെയാണ് എസ്ക്രോ അക്കൗണ്ടിൻ്റെ പല രൂപങ്ങൾ. ഇനി അടുത്ത ഒബ്ലിഗേഷൻസ് ഓഫ് ടാർഗറ്റ് കമ്പനി. അതായത് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ടാർഗറ്റ് കമ്പനി പാലിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഫർ പീരീഡ് വരുമല്ലോ. ആ ഓഫർ പീരീഡ് ഉള്ള സമയത്ത് ടാർഗറ്റ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ഒരു ഉറപ്പ് വരുത്തണം. അത് ടേക്ക് ഓവറിന് ശേഷമാണ് അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് മുമ്പ് അവർ സാധാരണ ഏത് ബിസിനസ്സാണോ അവർ ചെയ്തുകൊണ്ടിരുന്നത് ആ ബിസിനസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, ഓഫർ പീരീഡിലാണെങ്കിൽ പോലും. ഓക്കെ, ടേക്ക് ഓവറിന് ശേഷം മാത്രമേ എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞത് ടെൻഡർ പീരീഡ് തുടങ്ങി 3 ദിവസം മുൻപേ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്യരുത്. അടുത്ത പോയിന്റ് പറഞ്ഞത് ഐഡൻറ്റിഫൈഡ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ ടാർഗറ്റ് കമ്പനി അക്യുറേറ്റ് കമ്പനിക്ക് ടാർഗറ്റ് കമ്പനിയുടെ ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സാണോ അവരുടെ ഷെയർസ് സെല് ചെയ്യണത് ആ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിയിട്ടുള്ള സകല ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്സ്, അവരുടെ ഫോളിയോ നമ്പർ എല്ലാം ഇലക്ട്രോണിക് ഫോമിൽ അക്യുറേറ്റ് കമ്പനിക്ക് കൈമാറണം. ഓക്കെ, അടുത്ത പോയിന്റ്, ഈ ഓഫർ പീരീഡിൽ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ടാർഗറ്റ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ഈ മെറ്റീരിയൽ അസറ്റ്സ് സെല് ചെയ്യാനോ ലീസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻകംപ്രൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഡിസ്പോസ് ചെയ്യാനോ പറ്റില്ല. അതുപോലെ തന്നെ വേറെ ആരെങ്കിലുമായിട്ട് എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യാനും പറ്റില്ല. ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി അടുത്ത ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് റെക്കമെൻഡേഷൻ. ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഈ ടെൻഡറിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ 2 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവുമല്ലോ അവരുടെ ഈ അഭിപ്രായങ്ങൾ, ഓപ്പൺ ഓഫറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാം. അതുപോലെ തന്നെ ആ സെയിം കോപ്പി സെബിക്ക്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്കറിനൊക്കെ അറിയിക്കണമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അക്യുറേറ്റിൻ്റെ ഒബ്ലിഗേഷൻസ്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ടാർഗറ്റ് കമ്പനിയുടെ ഒബ്ലിഗേഷൻസ് പറഞ്ഞില്ല, അതേപോലെ തന്നെ അക്യുറേറ്റ് കമ്പനിക്കും ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ഓഫറിൽ പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് തന്നെ അവർ ഫണ്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അടുത്ത പോയിൻ്റകത്ത് പറഞ്ഞത് നമ്മൾ ഓപ്പൺ ഓഫർ വയ്ക്കുമ്പോൾ
ആ ഓപ്പൺ ഓഫർ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് പറഞ്ഞത് ഈ അക്വയർ കമ്പനിക്ക് ടാർജറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ടാർജറ്റ് കമ്പനിയുടെ അസറ്റ്സ് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ കൈവശപ്പെടുത്താനോ ലീസ് ചെയ്യാനോ എൻകംപ്രൻസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞത് ഈ ഓഫർ പീരീഡിൽ അക്വയർ കമ്പനിയുടെ കയ്യിൽ ടാർജറ്റ് കമ്പനിയുടെ ഏതെങ്കിലും ഷെയർസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഷെയർസ് സെല്ല് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് പോയിന്റ്, അതായത് ടേക്ക് ഓവർ കോഡിൻ്റെ കീഴിൽ വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഒബ്ലിഗേഷൻസും കംപ്ലീറ്റ് ചെയ്യേണ്ട ചുമതല, അതായത് ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ അക്വയർ കമ്പനിക്കും പേഴ്സൺ ആക്ടിങ് ഇൻ കൺസേർട്ടിനാണ്. അടുത്ത എക്സംഷൻസ് ആണ്. എക്സംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയാൻ പോകുന്ന അക്യൂസേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഓപ്പൺ ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സെബിയിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും അണ്ടർ റൈറ്ററോ സ്റ്റോക്ക് ബ്രോക്കറോ മർച്ചൻറ്റ് ബാങ്കറോ ഒരു സാധാരണ ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ എന്തെങ്കിലും അക്വിസിഷൻ നടത്തി കഴിഞ്ഞാൽ അത് ഓപ്പൺ ഓഫറല്ല. അതുപോലെ തന്നെ സേഫ്റ്റി നെറ്റ് എന്ന സ്കീമിൻ്റെ പേരിൽ ആരെങ്കിലും ഷെയർസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ മർച്ചൻറ്റ് ബാങ്കർ സ്റ്റെബിലൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യണ ആ ഒരു പീരീഡിൽ നമ്മളവിടെ ഓപ്പൺ ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഷെയർസ് അക്യൂർ ചെയ്യാമെന്ന് വെച്ചോ, ഇപ്പോൾ ഡി ഇൻവെസ്റ്റ്മെൻറ്റ് പേരും പറഞ്ഞ് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ, മേർജർ, അമാൽഗമേഷൻ, ഡീമർജർ അല്ലെങ്കിൽ സർഫേസി ആക്ടിൻ്റെ കീഴിൽ നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർസ് അക്യൂർ ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ ഓപ്പൺ ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ടേക്ക് ഓവറായിട്ട് എടുക്കരുതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ചാപ്റ്റർ. താങ്ക് യു.